ഭക്തിയോടെ ഗുരുക്കന്മാരെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ ഗുരുവാരാണിപ്പോൾ മാഷ എല്ലാവരും എവിടെയൊക്കെ വഴി വെച്ച് കണ്ടാലും വളരെയധികം ബഹുമാനത്തോടുകൂടി ആത്മാർത്ഥതയോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ജീവിക്കുക. എല്ലാവരും നല്ല കുട്ടികളായി വളരുക. ഓക്കെ, എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഏത് ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത്? ഇപ്പോൾ 10ാം ക്ലാസ്സിലായ കുട്ടികളൊക്കെ ഒരുപാട് വലിയ കുട്ടികളായിട്ടുണ്ട് അല്ലേ? ഒരുപാട് അറിവുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ TV കാണരുത്. TV ഒക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക, പഠിക്കുക അല്ലേ? പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ ഉദ്ദേശങ്ങൾ. നമ്മുടെ ഉദ്ദേശം എപ്പോഴും ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള നമ്മുടെ സാഹചര്യം നോക്കി നമ്മൾ വളരണം. നമ്മളെന്നും TV കണ്ടിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ കുട്ടിയെല്ലാം നശിക്കും. ഒരു പരിധി വരെ അതൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ നിത്യപാരായണങ്ങൾ, ബൈബിൾ വായിക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധം പുലർത്തുക. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ പുലർത്തിയാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാകും. മാഷന്മാർ പറയുന്ന കാര്യങ്ങൾ അന്നന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അന്നന്ന് തന്നെ പഠിച്ചു തീർക്കുക, പരീക്ഷകളിൽ നല്ല വിജയം നേടുക. അതൊക്കെ ആയിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെ ലക്ഷ്യം. ആ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉയർന്ന തസ്തികളിൽ ജോലി ചെയ്യുവാനും അതുപോലെ നല്ല ഓഫീസുകളിലൊക്കെ കയറി നല്ല വിദ്യാസമ്പന്നരാവാനും അതുപോലെ തന്നെ ജോലി വല്ലതും മറ്റുള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കാനും മറ്റുള്ളവർക്ക് വാഗ്ദാനം ചെയ്യാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. അങ്ങനെയുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായി നമ്മൾ മാറണം. അപ്പോൾ നമുക്ക് യേശുവിൻ്റെ പീഡനകാലങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പീഡനകാലങ്ങളെല്ലാം ഓർത്തുകൊണ്ട് തന്നെ നമ്മൾ അതിനേക്കാളെല്ലാം ഉപരിയായി നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള സത്മാർഗങ്ങൾ ഉപദേശിച്ചു കൊടുക്കുവാനുള്ള നമ്മുടെ ജീവിത സഖികളെല്ലാം വരുമ്പോൾ അവരുമായിട്ടുള്ള നല്ല ജീവിതം നയിക്കുവാനും എപ്പോഴും നാം സന്നദ്ധരായി. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ ഇപ്പോഴേ ചെയ്യും. ഏത് കാര്യത്തിലും ഒരു ബേസിക് വേണം അല്ലേ? നമ്മളൊരു പുര പണിയുമ്പോൾ അതിൻ്റെ ബേസിക് വേണം.